നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2025-ലാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ സൂപ്പർ താരമായ കെവിൻ ഡിബ്രൂയ്നയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുക. ഈ കരാർ പുതുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും വന്നിട്ടില്ല. താരത്തെക്കുറിച്ച് നിരവധി റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സൗദി അറേബ്യൻ ലീഗിന് താല്പര്യമുണ്ട്. അവർ വരുന്ന സമ്മറിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നായിക്കൊണ്ട് പരിഗണിക്കുന്നത് ഇപ്പോൾ കെവിൻ ഡിബ്രൂയ്നയെ തന്നെയാണ്. ഡിബ്രൂയ്നയുടെ കോൺട്രാക്ട് പുതുക്കാൻ സിറ്റി ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ അതല്ലെങ്കിൽ സിറ്റിയിൽ തുടരാൻ താരം ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ വരുന്ന സമ്മറിൽ തന്നെ അദ്ദേഹത്തെ ക്ലബ്ബ് കൈവിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നാൽ പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ദി അത്ലറ്റിക് ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സൗദി അറേബ്യയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം താരത്തിന് MLS പോവാനാണ് എന്നുള്ള കാര്യമാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലയണൽ മെസ്സിയുടെ പാത പിൻപറ്റാനാണ് ഇപ്പോൾ ഡിബ്രൂയ്ന താല്പര്യപ്പെടുന്നത്. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോളയുടെ ആഗ്രഹം മറ്റൊന്നാണ്. അതായത് ഡിബ്രൂയ്ന സിറ്റിയിൽ വെച്ചുകൊണ്ട് തന്നെ തന്റെ കരിയർ അവസാനിപ്പിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അദ്ദേഹം ക്ലബ്ബ് വിടുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഡിബ്രൂയ്ന ഇവിടെ തന്നെ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ റൂമറുകൾ ഒക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഓഫർ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. സൗദിക്ക് അദ്ദേഹത്തെ വേണമോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ തന്റെ കരിയർ അവസാനിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇതാണ് പെപ് ഗാർഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ സീസണിൽ പരിക്ക് കാരണം നിരവധി മത്സരങ്ങൾ ഡിബ്രൂയ്നക്ക് നഷ്ടമായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് കെവിൻ ഡിബ്രൂയ്ന. അദ്ദേഹത്തെ നഷ്ടമായി കഴിഞ്ഞാൽ അത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിടവ് തന്നെയായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.